ഈ യൂട്യൂബ് ട്യൂട്ടോറിയലിൽ എക്സലിൽ VBA എങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകൾ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നിവിടെ ഒരു ടെംപ്ലേറ്റ് ക്രിയേഷനാണ്. സോ എനിക്ക് ഡെയിലി ഒരു റിപ്പോർട്ട് എൻ്റെ ബോസിന് അയക്കണം. സിനാരിയോ ഇതാണ്. സോ അതിന് ദിസ് ദ സിമ്പിൾ ഫോർമാറ്റ്. സീരിയൽ നമ്പർ ഒരു ഹെഡറുണ്ട്, കസ്റ്റമർ നെയിം എന്നൊരു ഹെഡിങ് ഉണ്ട്, ദെൻ ഏജ് എന്ന് പറയുന്നൊരു ഹെഡിങ് ഉണ്ട്, ആൻഡ് ഐ ഹാവ് ടു സെലക്ട് 6 റോസ് ആൻഡ് അതിനെല്ലാം ഒരു ബോർഡർ കൊടുക്കണം. അതുകൂടാതെ ഹെഡിങ് എല്ലാം തന്നെ ബോൾഡ് ചെയ്യണം. ദെൻ എൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് 20 അങ്ങനെ കുറച്ച് പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഐ ഹാവ് ടു പ്രിപ്പയർ ദിസ് ടെംപ്ലേറ്റ്. അതിനുശേഷം നമുക്ക് ഈ ഡേറ്റ കൊടുക്കണം. സോ ഈ ടെംപ്ലേറ്റ് ക്രിയേഷൻ എല്ലാം ഡേറ്റ മാനുവലി ഞാൻ ചെയ്യും, പക്ഷേ എനിക്ക് ടെംപ്ലേറ്റ് ക്രിയേഷൻ ഈസ് എ ഡെയിലി റൊട്ടീൻ. അത് ജസ്റ്റ് അതെനിക്ക് ചെയ്യേണ്ട, ഞാൻ അത് ഓട്ടോമാറ്റിക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് VBA എങ്ങനെ യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. VBA എന്ന് പറയുന്നത് എക്സലിൻ്റെ ഒരു ഫങ്ഷണാലിറ്റിയാണ്. അതിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളെ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ മെമ്മറിയിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ റെക്കോർഡ് ചെയ്ത് ആ റിപ്പീറ്റഡ് ടാസ്കിനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഫങ്ഷണാലിറ്റി ഉണ്ട്. അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്തതുപോലെ ഫസ്റ്റ് എനിക്ക് ഇങ്ങനൊരു ഫോർമാറ്റ് ഉണ്ടാക്കണം. സോ അപ്പോൾ ഈ റിപ്പോർട്ട് ഞാൻ ഡെയിലി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ്. അപ്പോൾ ആൾറെഡി ഈ ഫയലിൽ ഇങ്ങനത്തെ ഡേറ്റ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ AAP, just for understanding. സോ ഇങ്ങനത്തെ ഡേറ്റ എൻ്റെ കയ്യിൽ ആൾറെഡി ഉണ്ടായിരിക്കും. അപ്പം ഞാൻ VBA റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അത് ഫസ്റ്റ് എന്ത് ഡേറ്റ അവിടെ ഉണ്ടായിരുന്നോ അതന്നെ ഡിലീറ്റ് ചെയ്ത് കളയണം. പിന്നെ എനിക്ക് ഈ ഫോർമാറ്റ് ഒന്നും കൂടെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി തരണം. ചിലപ്പോൾ ഞാനത് റിപ്പോർട്ട് അയക്കുമ്പോഴത്തേക്കും ഈ ഫോണ്ടുകൾ വല്ലതും മാറ്റിക്കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പില്ല ആ ഫോർമാറ്റ് ആ ടെംപ്ലേറ്റ് അത് തന്നെ ആണെന്ന്. സോ എനിക്ക് ഡെയിലി ആ ഫ്രഷ് ടെംപ്ലേറ്റ് ഉണ്ടായി വരണം. അതാണ് എൻ്റെ VBA ഓട്ടോമേഷൻ പ്രോസസ്സ്. ഓക്കെ, സോ അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. VBA എങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റെക്കോർഡ് മാക്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഞാനിപ്പം ഫസ്റ്റ് ഒരു മാക്രോ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഐ എം ഗോയിങ് ടു റെക്കോർഡ്. എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് ടെംപ്ലേറ്റ് ഇത് ക്രിയേറ്റ് ചെയ്ത് തരണം. ടെംപ്ലേറ്റ് ക്രിയേറ്റ് ഒരു അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് യൂഷ്വലി ദ ഫോർമാറ്റ് പീപ്പിൾ യൂസ്. ഓക്കെ, സോ ഞാൻ ഇപ്പം ഓക്കെ കൊടുത്തു. ഇപ്പം ഇവിടെ കാണാൻ പറ്റും റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാക്രോ ഇസ് കറൻറ്റ്ലി റെക്കോർഡിംഗ്. ഓക്കെ, സോ അപ്പം മാക്രോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഇത്രയും സ്ഥലത്തുള്ള സാധനങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യണം. അതൊന്നും എനിക്ക് ആവശ്യമില്ല, അതെല്ലാം എനിക്ക് ഡിലീറ്റ് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ഇത്രയും സാധനങ്ങളെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ എനിക്കൊരു പുതിയ ഫയൽ കിട്ടി. എൻ്റെ പഴയ റെക്കോർഡുകളൊന്നും തന്നെ ഇല്ല, എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം എനിക്ക് സീരിയൽ നമ്പർ എന്നൊരു ഹെഡിങ് അത് ഉണ്ടാക്കി തരണം. പിന്നെ കസ്റ്റമർ നെയിം എന്ന് പറയുന്നൊരു ഹെഡിങ് വേണം. തേർഡ് സെല്ലിൽ ഏജ് വേണം. അതിനുശേഷം എനിക്ക് 5 കോളത്തിൽ ഒരു മാക്രോ എനിക്ക് ഒരു ബൗണ്ടറി ഇട്ട് തരണം. പിന്നെ ഇതിൻ്റെ എല്ലാം ഹെഡിങ്ങിൻ്റെ ഫോണ്ട് സൈസ് 20 ആക്കണം. അതിനൊന്ന് ബോൾഡ് ചെയ്യണം. പിന്നെ ഈ കോളം വിഡ്ത്തല്ല അതിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ കഴ്സർ A2 സെല്ലിൽ ഉണ്ടാവണം. നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം സെലക്ട് A2 സെൽ. ഇത്രയാണ് ഈ മാക്രോ ചെയ്യേണ്ടത്. ഇപ്പം ഈ റെക്കോർഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. സോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അഗെയിൻ പഴയ കാണിച്ച കണക്ക് മാക്രോയിൽ പോവുക, അഗെയിൻ സ്റ്റോപ്പ് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റർ എന്ന ഒരു ഫോണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇന്നത്തെ റിപ്പോർട്ടിംഗ് ഞാൻ ചെയ്യുകയാണ്. സോ ഐ എം പ്രിപ്പയറിങ് സംതിങ്. നെയിം Ramu
dd, some random names I am giving. Okay, so again here some random numbers I am entering just for the sake of showing you people. Okay, so ഞാനപ്പം അയക്കുമ്പോൾ ഞാൻ റിപ്പോർട്ട് ആയപ്പോഴത്തേക്കും ഐ ഡോണ്ട് വോണ്ട് ടു യൂസ് ദിസ് കളർ. അപ്പോൾ കളറൊക്കെ മാറ്റി, ഫോണ്ട് കളറെല്ലാം മാറ്റി ഇങ്ങനെയൊക്കെ ആക്കി. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഫോർമാറ്റില്ല, എൻ്റെ ഡിഫോൾട്ട് ഫോർമാറ്റാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാനിപ്പം ജസ്റ്റ് ആ മാക്രോയെ വിളിക്കാൻ പോവുകയാണ്. മാക്രോയെ ഐ എം ഗോയിങ് ടു കോൾ ടെംപ്ലേറ്റ് ക്രിയേറ്റർ. ഫോർ ദാറ്റ് ഹൗ വിൽ കോൾ വ്യൂ, ദെൻ ക്ലിക്ക് ഓൺ വ്യൂ മാക്രോ. നമ്മുടെ ക്രിയേറ്ററിലെ മാക്രോസിലൂടെ ലിഫ്റ്റ് ആകും. ഇതിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് എന്നുള്ള മാക്രോ ആണ് ഞാൻ ഇപ്പം വിളിക്കുന്നത്. റൺ ചെയ്ത് കഴിഞ്ഞാൽ സോ ആ പഴയ റെക്കോർഡെല്ലാം ക്ലീനായി. അതിനുപകരം നമ്മുടെ ഫ്രഷ് ടെംപ്ലേറ്റ് നമ്മുടെ ഡിസൈഡ് ഫോർമാറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് മാക്രോ വഴി കോൾ ചെയ്ത് ആ പ്രോസസ്സിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് പറഞ്ഞത്. VB is much more. സോ അത് നമ്മൾ സ്ലോലി നെക്സ്റ്റ് വീഡിയോസിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ ട്രൈ ടു ഇൻക്ലൂഡ് ഇൻ മൈ ട്യൂട്ടോറിയൽസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.